ഹലോ ഹായ് ഓൾ വെൽക്കം ടു ലൈഫ് ചാറ്റ്സ് വിത്ത് അഞ്ജലി നായർ. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ബിസിനസ്സിലെ ഒരു അഗ്രഗണ്യൻ തന്നെയാണ്. കാലഘട്ടങ്ങൾ അനുസരിച്ച് തന്റെ സംരംഭങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തനി രാവണൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അബൂബക്കർ NK. അബുവിന്റെ ഇൻട്രോ വീഡിയോയിലൂടെ നമുക്ക് ആദ്യം ഒന്ന് പോവാം. അബുവിന്റെ ജനനം ചിരമനങ്ങാട് എന്ന സ്ഥലത്തായിരുന്നു. അബുവിന്റെ ഉപ്പ കുഞ്ഞിവാപ്പു NK, ഉമ്മയുടെ പേര് ഷാജിദ NK. ആദ്യത്തെ സഹോദരൻ ഷജീർ, രണ്ടാമത്തെ സഹോദരൻ അലി അക്ബർ. അബുവിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഉപ്പയെ നഷ്ടപ്പെടുകയും തുടർന്ന് താങ്ങും തണലുമായി ഉമ്മയും സഹോദരങ്ങളും ഒപ്പം അബുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ആ നാട്ടിലുണ്ടായിരുന്നു. പഠന കാലഘട്ടത്ത് ഒരുപാട് തടസ്സങ്ങൾ അബുവിന് നേരിടേണ്ടി വന്നെങ്കിലും കേച്ചേരി LMN സ്കൂളിലും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലുമായി അബു പൂർത്തിയാക്കി. കൂടുതൽ വിശേഷങ്ങൾ അബുവിൽ നിന്ന് തന്നെ അറിയാം. എന്താണ് വിശേഷം അബു? അടിപൊളിയായിട്ട് പോണ്, എല്ലാം വളരെ സുഖമായിട്ട് പോണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എനിക്കൊരു മാജിക് കാണിച്ചു തരുമോ? മൊത്തത്തിലൊരു മാജിക്കാ നടന്നു പോകുന്നത്. ജീവിതം തന്നെ ഒരു മാജിക് പോലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വിട്ടിട്ട് അബു കുറച്ച് ഒരു മജീഷ്യൻ ലെവലിലേക്കൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അതിലേക്കൊക്കെ വരാം. പക്ഷെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരനും കൂടിയാണ് അബു. നമുക്ക് ആ കഥയിൽ നിന്ന് തുടങ്ങാം. എന്താണ് ആ സംഭവം? ഒരു ദിവസം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങൾ വരുമല്ലോ. അപ്പോൾ അന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു മെയിൻ ട്വിസ്റ്റ് വരുന്ന ഒരു ദിവസം. ഞാൻ അന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു സദസ്സിന് മുന്നിൽ തുറന്നു പറഞ്ഞ് അത് കേട്ട ആ വേദിയിലിരുന്ന ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. മന്ത്രിമാര് വേറെ ഇരുന്ന ഒരു വേദിയാണത്. ആ മന്ത്രിമാരെയൊക്കെ കരയിപ്പിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നും പറയാൻ പറ്റില്ല, 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി അന്ന് അല്ലേ അബു പഠിക്കുന്ന ഏജിലായിരുന്നു. ആ സമയത്ത് ഒരു വലിയ സദസ്സിന്റെ മുമ്പിൽ അബുവിന്റെ ജീവിതകഥ പറയുകയും അവിടെ ഇരുന്ന് എല്ലാവരും അത് വളരെ മനസ്സിനോട് ചേർത്ത് വെച്ചു. അബുവിന്റെ ഓരോ ജീവിതത്തിലെ ഓരോ മൊമെന്റ്സും തന്നെ പറയണം. അതെ. ഓൾറെഡി എന്നെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ്സിലും തുടങ്ങിയ പല ജീവിത സാഹചര്യങ്ങളും കടന്ന് നമ്മളൊരു ട്വിസ്റ്റിലേക്ക് എത്തുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് 10ാം ക്ലാസ്സിലാണ് ആ സംഭവം. 10ാം ക്ലാസ്സിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡിൻ്റെ ഒരു വേദിയിൽ വെച്ചിട്ട് അന്ന് അത് അവാർഡ് എനിക്കുള്ളതാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം, അവാർഡിൻ്റെ ആ സാഹചര്യത്തിൽ ഒരു നിഷ്കളങ്കമായ ഒരു 10ാം ക്ലാസ്സുകാരൻ ആളുടെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് ആ വേദിയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ അത് കേട്ട്, വലിയ പദവിയിലിരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അത് കേട്ട് ആ വേദിയിൽ, എൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ള ആളുകളിരിക്കുന്ന വേദിയിൽ അത് കരഞ്ഞ് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് അന്ന് രാത്രിയോടെ പിറ്റത്തെ ദിവസം നേരം പുലരുന്ന സമയത്ത് മൊത്തത്തിൽ ജീവിതം മാറുമായിരുന്നു. ഞാൻ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടാക്കിയൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മളൊരു അർദ്ധരാത്രി സൂപ്പർ സ്റ്റാർ ആവുക എന്ന് പറയില്ലേ, എന്നതുപോലെ തന്നെയാണ്. രാവിലെ വരുന്ന പത്രങ്ങളിലെല്ലാത്തിലും ഒരു കോളം എന്നെ കുറിച്ചിട്ടുള്ള ഒരു കോളമായിരുന്നു. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുമല്ലോ, നമുക്ക് ഈ പത്രത്തിലൊക്കെ കാണണം, അല്ലെങ്കിൽ ഒരു മീഡിയയിൽ നമ്മൾ വരണം. ഒരു അപ്രതീക്ഷിതമായിട്ടൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വരുന്ന ഒരു അസുലഭ മുഹൂർത്തമായിരുന്നു അത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ വേദികളിലും, ഇപ്പോൾ IT ക്ലബ് ഇനാഗ്രേഷൻ, വായനശാല ഉദ്ഘാടനം, സ്വീകരണങ്ങളും. അതെ. അപ്പൊ ജീവിതം അങ്ങോട്ട് മാറുകയായിരുന്നു. അവിടെ ജീവിതം മാറുകയാണ് ഉറപ്പായിട്ടും. അബുവിന്റെ ജീവിതകഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല രൂപങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അബുവിന്റെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉറപ്പായിട്ടും എനിക്കും വളരെ ക്ലോസ് ആയിട്ട് ഇപ്പൊ അബുവിനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കും അറിയാം. അബു പോകുന്ന തലങ്ങളിലൊക്കെ അബുവിന്റെ ഒരു സിഗ്നേച്ചർ വരുത്താൻ അബു ശ്രമിക്കാറുണ്ട്. അതെനിക്ക് വളരെ പ്രകടമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അന്ന് ഈ അവാർഡ് വാങ്ങാൻ പോയ ദിവസവും അന്ന് രാവിലെ അബുവിന് രസകരമായിട്ട് തോന്നുമെങ്കിലും അബുവിന്റെ മൈൻഡിൽ എവിടെയെങ്കിലും ഒരു സങ്കടമായിട്ട് തോന്നിയ ഒരു കാര്യമായിരിക്കും, നീ പേനയും പെൻസിലും ആയിട്ടാണോ അവാർഡ് വാങ്ങാൻ പോകുന്നത് എന്നുള്ളത്. അല്ലെ, അത് ആരാണ് അബുവിനോട് അങ്ങനെ പറഞ്ഞത്? അത് എൻ്റെ വീട്ടില് ശരിക്കും അന്ന് ആ കഥയിൽ ശരിക്കും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ
ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നതുകൊണ്ട് വീടിൻ്റെ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മെയിൻ്റനൻസൊക്കെ. അപ്പോൾ അതിൽ ഞങ്ങളോട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഞങ്ങളെ വീടിനോടൊക്കെ ഞങ്ങളെ കുടുംബത്തിനോട് ഇഷ്ടപ്പെട്ട ഒരു ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ട്, ജോയിയേട്ടൻ എന്ന് പറയും. ഞാൻ പഠിത്ത കാലത്ത് അദ്ദേഹത്തിനെ കണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ ജോയിയേട്ടൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആ വീടിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി പുള്ളി പറയായിരുന്നു, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സന്ദർഭമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ മാമൻ ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് പകരം ആ ജോയേട്ടൻ മെയിനായിട്ട് പണിക്കാരനായിട്ടും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഹെൽപ്പിങ്ങിന് എൻ്റെ ഉമ്മയും മാമനും കൂടി നിൽക്കുന്ന സമയത്താണ് യെസ് യെസ്. സ്വാഭാവികമായിട്ടും കുഞ്ഞു കുഞ്ഞു അതെ. പണികൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അവാർഡ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ വേറെ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവിടുന്ന് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ ഈ പേനയെ പെൻസിലാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ കൂടി അതിനെ അപ്പം തന്നെ മാറ്റിയിട്ട് എൻ്റെ മാമനും ജോയേട്ടനൊക്കെ കൂടിയിട്ട് അത് മാറ്റിയിട്ട് പേന ആയാലും പെൻസിലായാലും എനിക്ക് കിട്ടുന്നൊരു അവാർഡല്ലേ, എന്തായാലും പോയി അത് വാങ്ങണം എന്ന് എൻ്റെ ഉമ്മാട് പറയുന്നൊരു ഒരു നിമിഷമുണ്ട്. ഓരോന്നും ഒരു എനിക്ക് തോന്നുന്നു ഒരു സിനിമ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ദിവസം മുതൽ പിന്നെ പെരുമ്പിലാവിന്റെ മുത്തായി മാറുകയാണ് അല്ലേ? അതെ, എൻ്റെ നാട് പെരുമ്പിലാവ്, ചെറുമനേങ്ങാട്. എനിക്കറിയാം ആ സ്ഥലങ്ങളെല്ലാം, എനിക്ക് വളരെ പരിചിതമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ തുടക്കമുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കുറേശ്ശെയായിട്ട് സംസാരിച്ച് വരാം. സമൂസ വിറ്റു, ശരി. നൈറ്റി വിട്ടു, മാക്സിക്കാരൻ അബുവായി, മാക്സി വിൽപ്പനക്കാരനായി. ഇതിൽ നിന്ന് എവിടെയാണ് ഈ മാജിക്കിന്റെ തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്? അത് ജീവിതത്തിൽ ഞാൻ ചെന്ന് പെടുന്നൊരു സാഹചര്യമായിരുന്നു. ഓരോ ജോലികളും അവസരങ്ങളും തേടിയിട്ട് പോകുന്ന കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുള്ള, ഈ 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സാഹചര്യം നടക്കുന്നത്. അപ്പോൾ അതിലൊരു സ്റ്റുഡിയോയിൽ വർക്കിന് വേണ്ടിയിട്ട് പോയതാണ് ഞാൻ. ഇപ്പോഴും അദ്ദേഹം ഒരു മജീഷ്യൻ തന്നെയാണ്, ജംഷീദ് കേച്ചേരി. പല സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ ഇപ്പോഴും അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് കമ്പ്യൂട്ടറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞാൻ ഒരു ജോലി ചോദിച്ചിട്ട് റിസപ്ഷനിസ്റ്റായിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് ആ സ്റ്റുഡിയോയുടെ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അന്ന് ഗെയിം കളിക്കാനൊക്കെയാണല്ലോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ആ കമ്പ്യൂട്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു മജീഷ്യനാണെന്നും ഈ നമ്മളൊക്കെ കാണുന്ന മായാജാലം നമുക്ക് അത്രയും ക്യൂരിയോസിറ്റി അല്ലേ ഒരു മജീഷ്യൻ മാജിക് എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ കുട്ടിത്തം അതിനെ തീർച്ചയായിട്ടും അതെ 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 നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അത് ട്വിസ്റ്റ് മാജിക് എന്ന തലത്തിലേക്ക്. കുറച്ചു കാലത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, പ്രോഗ്രാമുകൾക്കൊക്കെ പോയി. അതെ അതെ അതെ. ഒരു വേദിയിൽ വെച്ചിട്ട് എനിക്ക് മുതുകാട് സാറിൻ്റെ മാജിക് കാണാനും അവിടെ നിന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരു ചെറിയ ട്രിക്ക് കാണിക്കാനൊക്കെ പറ്റി. അത് ശരി, അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം കിട്ടി. വളരെ നല്ല കാര്യം. ശരിക്കും ഇപ്പൊ ഈ മാജിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിസ്മയമാണ്. അബുവിന്റെ കൈകൾക്ക് വേറെ കുറെ വിസ്മയങ്ങളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏത് കമ്പ്യൂട്ടർ കേടായാലും അബു തൊട്ടാൽ അത് ശരിയാകുമെന്ന് നാട്ടിലൊരു പരക്കെ ഒരു വർത്തമാനം ഉണ്ടായിട്ടില്ലേ? എന്തും ഒരു വിശ്വാസമാണല്ലോ ചേച്ചി. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നല്ല ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടർ നമ്മളെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. എന്നതുപോലെ ദൈവം നമ്മളെ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്താലും ഏത് കമ്പ്യൂട്ടറും നമ്മൾ തൊട്ട് കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിലാണത്. അപ്പം നമ്മളും ഇത് ശരിയാവുന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ അതെന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ ശരിയായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കോമൺലി ഒരു വിശ്വാസമാണ് അത്. ഞാനത് തൊട്ട് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവുമല്ലോ എന്നൊരു വിശ്വാസമാണ്. അപ്പൊ അതൊക്കെ ഈ ദൈവത്തിന്റെ നമ്മളോടൊപ്പം നിൽക്കുന്ന കുറേ തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അനുഗ്രഹങ്ങളാണ്. 2 സഹോദരന്മാരാണ് അല്ലെ? മൂത്ത 2 സഹോദരന്മാരാണ്. അബുവിന്റെ ഈ ടേസ്റ്റ് തന്നെയാണോ 2 ബ്രദേഴ്സിനും? അതായത് അബുവിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നാളെ ഹണ്ടിങ് ആയിരിക്കും, അടുത്തത് എന്ത് ചെയ്യണം, ഇനി എങ്ങനെ വളരണം, ഇനി എവിടെയൊക്കെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേ ടേസ്റ്റ് ആണോ മറ്റു 2 സഹോദരന്മാർക്കും ഉള്ളത്? ശരിക്കും ഒരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ദൈവം അത് ആദ്യമേ അതിങ്ങനെ ഓരോ പോയിൻ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞങ്ങളിങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉപ്പ ഒക്കെ ജോലി ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് മാറിയൊരു പലചരക്ക് കട ഇട്ടിരുന്നു.
ആ സാഹചര്യത്തിൽ റെഡിമെയ്ഡിൻ്റെ ബിസിനസ്സുകളൊക്കെ ചെറിയ ചെറിയ റൂമുകളാണ് ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട്. അപ്പോൾ അവിടെയൊക്കെ റെഡിമെയ്ഡ് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇൻസാഫ് എന്നൊക്കെയാണ് ഞങ്ങളുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ. അപ്പോൾ ഞാൻ കാണുന്ന ഓൺടർപ്രണേഴ്സ് ആദ്യമായിട്ട് കാണുന്ന അവരാണ്. അവരെയാണ്. സ്വാഭാവികമായിട്ടും അതിനുശേഷം പിന്നെ എൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും അവരും പല രൂപത്തിൽ, സ്പെഷ്യലി എൻ്റെ രണ്ടാമത്തെ ബ്രദറൊക്കെ പുള്ളി ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ മാതൃകയാക്കാനൊക്കെ നോക്കിയത് അദ്ദേഹത്തിനായിരുന്നു. ഓ, അദ്ദേഹമാണ് ഇപ്പോഴും ഇനിയും എത്തും, എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഒരിക്കൽ നമ്മളൊക്കെ നാട് അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും, മാറട്ടെ. ഒരു നിങ്ങൾ ഓണ്ടർപ്രണറായിട്ട് 3 മാറും. ആൺമക്കളും അമ്മയ്ക്ക് അതൊരു അഭിമാനമാവുന്ന നിമിഷം തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാനത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ മൂത്ത ബ്രദർ ആണെങ്കിലും നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അതെന്നും അത് അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ ഞാനെന്നല്ല, എൻ്റെ നാട്ടിൽ വന്നിട്ട് ആരോട് അന്വേഷിച്ചാലും അവർക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ അദ്ദേഹത്തിനൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങളോടൊക്കെയുള്ള ഇഷ്ടം എന്നും എപ്പോഴും ഉണ്ടാവുള്ളൂ. ഓ, അത് ശരി. ഷജീർ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. ഓക്കെ. എന്താ ചെയ്യുന്നത് അദ്ദേഹം? എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പുറത്താണ്, ഓ, ഖത്തറിലാണ്. വിദേശത്താണ്. അപ്പോൾ ഓക്കെ. താമസിയാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും വരും, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഓക്കെ. അപ്പൊ ഈ അബു ചെയ്യുന്ന ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ഇത് ചെയ്യണോ, ഇങ്ങനെ ഞാൻ ഇത് വേണോ, അല്ലെങ്കിൽ പൈസ ഇടണോ എന്നൊക്കെ ആരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്? എൻ്റെ കുടുംബം തന്നെയാണ്. കുടുംബം തന്നെ. കുടുംബം എല്ലാ കാര്യത്തിനും അവർ എൻ്റെ ഒപ്പം ഉണ്ടാവും. ഓക്കെ. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പല ആളുകൾ കടന്നു വരുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങളൊക്കെ കടന്നു വന്ന പോലെ പല ആളുകളും ജീവിതത്തിൽ കടന്നു അബുവിന്റെ വരും. ജീവിതത്തിൽ ഒരു യൂസഫൊക്കെ വന്നിട്ടുണ്ട്. അതെ, അതിനെപ്പറ്റി അതെ, നമുക്ക് പറയേണ്ടതുണ്ട്. അതെ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യും. നമ്മൾ ആദ്യം നമ്മളെ കുടുംബത്തിനോട് ചർച്ച ചെയ്യും. കുടുംബത്തിൽ ഇപ്പോൾ ഓരോരുത്തർ വരുന്നവരൊക്കെ നമ്മളൊരു കുടുംബം പോലെയാണ് വരുന്നത്. ആഹാ. അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആളുകളോടൊക്കെ ചർച്ച ചെയ്യും. ഓക്കെ. ഈ ആവശ്യത്തിലേറെ വികൃതി ഇങ്ങനെ പാക്കേജ് പോലെ കൊണ്ടു നടക്കുകയായിരുന്നു അബു ചെറുപ്പത്തിൽ. അപ്പം ഇതേ വികൃതി തന്നെയായിരുന്നോ ഈ വീട്ടിലും? ഈ നിങ്ങൾ 3 ആണുങ്ങളും അമ്മയ്ക്കൊരു തലവേദന ആയിരുന്നോ ചെറുപ്പത്തില്? ആയിരുന്നു ആയിരുന്നു. ആയിരുന്നു ഓക്കെ. നമുക്ക് അറിയില്ലല്ലോ ജീവിതം എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അപ്പൊ പ്രത്യേകിച്ച് ഞാനൊരു വികൃതിയായിരുന്നു. വികൃതിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആളും മോശമില്ലാത്ത വികൃതിയായിരുന്നു. പിന്നെയും പാവം, എല്ലാ കുടുംബത്തിലും മൂത്ത സഹോദരൻ എപ്പോഴും ഒരു സാധുവായിരിക്കും. ഓക്കെ. ഞങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ ആൾ ഇച്ചിരി കൂടിയൊക്കെ വികൃതിയായിരുന്നു, ഞാൻ അതിലും വികൃതിയായിരുന്നു. ആണോ? സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ മക്കൾ ഒരുപാട് പേരുള്ളപ്പോൾ ഏറ്റവും മൂത്തതായിട്ട് വരുന്ന മക്കൾക്കാണ് ഒരു ഒറ്റപ്പെടലുകൾ അനുഭവപ്പെടാറെന്ന്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് അബുവിനാണ് ഒറ്റപ്പെടലുകൾ തോന്നിയിട്ടുള്ളതാണെന്ന്. എന്താ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ തോന്നാൻ കാരണം? അത് എൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് നാളെ നമ്മൾ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനും ഇതൊക്കെ സ്വാഭാവികമായിട്ടും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള, കാരണം ഓരോരുത്തരും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ആളതുപോലെ കുറേ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ആളും നിന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഉപ്പയുടെ ഒരു വേർപാടിന് ശേഷം അബു വീട് എന്താണെന്നും വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയതും ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അന്നത്തെ ആ ദിവസം അത് മനസ്സിലാക്കി അബുവിൻ്റെ മനസ്സിലൊരു വാശിയുണ്ടായി. അത് വാശി എന്ന് പറയുന്നത് മോശം രീതിയിലല്ല, വളരെ നല്ല രീതിയിലുള്ളൊരു വാശിയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അബുവിൻ്റെ ജീവിതത്തിൽ. പക്ഷേ അബുവിന് അങ്ങനെ ഒരു പക്വതയോടുകൂടി ചിന്തിക്കാനുണ്ടായ ആ ഒരു മനോഭാവം അതെങ്ങനെയാണ് അബുവിലുണ്ടായിട്ടുള്ളത്? അത് സ്വയം ക്രിയേറ്റ് ചെയ്തതാണോ അബു? അല്ല. നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കണം കേട്ടോ. ഒരു വീടിൻ്റെ സാഹചര്യങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കി തരുന്ന ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിലേക്ക് ഒരു ഉമ്മ വീടിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ, ഇപ്പം ഞാൻ ആ കഥയിലൊക്കെ കറക്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം എൻ്റെ ഉമ്മ എന്നെ അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ തല്ലിയിട്ടുള്ള അന്നത്തെ ദിവസമാണ്. അതിന് ശേഷമാണ് എനിക്ക് റിയാലിറ്റി കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും എനിക്ക് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും എനിക്ക് ആ ദിവസങ്ങൾ ഓർമ്മ വരും. ആ ഒരു മോട്ടിവേഷൻ ജീവിതത്തിൽ ഇനി എത്ര വലിയ മോട്ടിവേഷൻ, സ്പീക്കറുടെ മോട്ടിവേഷൻ കിട്ടിയാലും എൻ്റെ ഉമ്മ എനിക്ക് അന്ന് തന്ന മോട്ടിവേഷൻ അത് ഓർമ്മ വരും. അത് വാശിയല്ല, ഒരു പോസിറ്റീവ് സ്പിരിറ്റ് ആയിട്ടാണ് ഓർമ്മ വരുന്നത്. അതാണ് തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റിയിലൂടെയാണ് നമുക്കത് ഓർക്കാൻ സാധിക്കാൻ ഇഷ്ടമുള്ളത്. ഓക്കെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ മക്കൾക്ക് ആ സാഹചര്യങ്ങളൊക്കെ വരണം എന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മളൊക്കെ വരരുതെന്ന് ആഗ്രഹിച്ചാലും ഒരിക്കലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കിതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അതിൽ നമ്മൾ വേണ്ടത്ര നമ്മുടെ പ്രസൻസ് കൊടുക്കുക, അതിനെ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളത്. പക്ഷെ അബുവിൻ്റെ
ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അബു ഒന്നിനെ അവിടെ നിർത്തിക്കൊണ്ട് അതിന് ഒരു കുഴപ്പവും വരാതെ അബു അടുത്ത ബിസിനസ് തുടങ്ങുകയാണ്. അതിനും ഒരു കുഴപ്പം വരാതെ അടുത്തത് തുടങ്ങുകയാണ്. അത് അങ്ങനത്തെ ഒരു ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഓൺടർപ്രണേഴ്സിന് നമ്മളൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുക എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസിയാണ്. അതെങ്ങനെയാണ് അബു പഠിച്ചത്? ആ ഒരു സാഹചര്യത്തിൽ അബുവിന് ഒരുപക്ഷെ ആ ഒരു പ്രായത്തിൽ, ഇത് ഞാൻ പറയുന്നത് വലിയ ആളെ പറ്റിയിട്ടൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞ് 8ാം ക്ലാസ്സുകാരനെയും 9 ക്ലാസ്സുകാരനെയൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് എനിക്ക് ഇത്രയും കൗതുകം. ഇത് എങ്ങനെ അബു ഒരേ സമയം 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലോ മറ്റോ ആണ് 2ഓ 3ഓ ബ്രാഞ്ചൊക്കെ ഇടുന്നത് അല്ലേ? അതെ അതെ ഒരു അതെ ഷോപ്പിന്റെ 10ാം ക്ലാസ് പഠിക്കാൻ 10ാം ക്ലാസ് പഠിക്കുന്നത്. അതെ കമ്പ്യൂട്ടർ അതെ സർവീസ് ഷോപ്പുകൾ ഇടുകയാണ്. അത് 1 ഇട്ടു 2 ഇട്ടു 3 മൂന്നാമത്തെ ഷോപ്പൊക്കെ ആയി. അതെ അതെ ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഓൺട്രപ്രണർ ആയതുകൊണ്ട് ഇതെങ്ങനെ ഈ കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ള ചിന്തയാണ് എന്നെ അലട്ടുന്നത്. അത് എനിക്കും കൂടെ അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അന്ന് ഇതൊന്നും പഠിച്ചിട്ടല്ല ചെയ്തത്. ചെയ്തത്. അത് റിയാലിറ്റിയാണ്. അത് നമുക്ക് ദൈവം എങ്ങനെയോ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യങ്ങളാണ്. പിന്നീട് അത് പഠിക്കാൻ നോക്കി. ഞാനിപ്പോഴും എക്സിക്യൂട്ടീവ് MBA എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കറിയാത്ത മേഖലേനെ നമ്മൾ പോയി പഠിക്കുമ്പോൾ ഫിനാൻസ് അറിയില്ലേ ഫിനാൻസ് പഠിക്കും, HR അറിയില്ല HR പഠിക്കും. ഒരു ഓൺടർപ്രണർക്ക് എപ്പോഴും വേണ്ട ഒരു എബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഏറ്റവും വേണ്ട ഒരു ഒരു സ്കില്ല് എന്ന് പറയുന്നത് നമുക്കറിയാത്ത കാര്യങ്ങളെ പോയി പഠിച്ചിരിക്കുക. പഠിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ അതിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ടെക്നോളജി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഞാനത് പഠിക്കാൻ പോയതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അത് കുറച്ച് ടാസ്ക് ആണെന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ പഠിക്കാം. പിന്നെ അതുപോലെ വേറൊരു ഒരു ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാതൃകയാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ്. നമുക്കറിയാത്ത കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കാണുന്ന ആളുകളെ എടുത്ത് നേരിട്ട് പോയി കണ്ട് പരിചയപ്പെട്ട് അവരിൽ നിന്ന് പഠിക്കാൻ നോക്കണം. സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ കൂടെ ആത്മാർത്ഥമായി ജെന്യൂനായി നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാവരും നമ്മളൊപ്പം നിൽക്കും. ഈ ലോകം മുഴുവൻ നമ്മളൊപ്പം നിൽക്കും. നിങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഓക്കെ. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ നേരത്തെ പറഞ്ഞ യൂസഫിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഈ യൂസഫ് ഖാനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരില്ല. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ ഹിന്റ് യൂസഫിനെ പറ്റി. ചില സാഹചര്യത്തിൽ നമ്മളെ ജീവിതത്തിൽ മാറ്റിമറിക്കാനായിട്ട് ദൈവം വരും എന്ന് പറയുന്നില്ലേ, എന്നതുപോലെ യൂസഫ് ഖാൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിനെ വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പോഴും വലിയ ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു നമുക്ക് ജീവിതത്തിൽ വേണ്ട സമയത്ത് നമ്മൾ ഓരോരുത്തരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിപ്പെടുമല്ലോ. എന്നതുപോലെ ഞാൻ എൻ്റെ വേറൊരു മേഖലയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, CCTV ക്യാമറ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. CCTV കഴിഞ്ഞിട്ടാണ് ഓട്ടോമേഷനിലേക്ക് വരുന്നത്. അതെ അതെ അല്ലേ? അതെ. ഓട്ടോമേഷനിലേക്ക് വരുന്നത്. ഓക്കേ. അപ്പോൾ CCTV ക്യാമറ ഞാൻ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടല്ല അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അതെ. അപ്പോൾ CCTV ക്യാമറ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വീട്ടിലും സ്ഥാപനത്തിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത്. ഓ അത് ശരി. ഒരു പേപ്പറിൽ ഒരു നോട്ടീസ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു ഓഫറിൻ്റെ പേജ് കണ്ടിട്ട് അദ്ദേഹം എന്നെ കണക്ട് ചെയ്യായിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് എത്തിച്ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജെന്യൂനായി നിന്നിട്ട് അദ്ദേഹത്തിന് നമ്മൾ ജെന്യൂനായി കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഉം. സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളോടൊപ്പം നിൽക്കും. യൂസഫ് കെയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, ഞാൻ അന്ന് ചെയ്ത CCTV ക്യാമറ അദ്ദേഹത്തിൻ്റെ ആ ജോലിയിൽ ഞാൻ ആത്മാർത്ഥത കാണിച്ചു. അതൊരു ബന്ധമായി. ആ ബന്ധം പിന്നീട് വളർന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ തണലിലും അദ്ദേഹത്തിനോടൊപ്പവും എനിക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലെത്തി. ഓക്കെ. അദ്ദേഹത്തിന് കോവിഡ് കാലഘട്ടത്തിന് മുമ്പാണോ പരിചയപ്പെടുന്നത്, അതോ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സമയത്താണോ പരിചയപ്പെടുന്നത്? കോവിഡ് കാലഘട്ടത്തിന് മുന്നേയാണ് മുന്നേ പരിചയപ്പെടുന്നത്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം എന്നോട് കൂടെ വേറൊരു ബിസിനസ്സിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കാരണം കോവിഡ് നമ്മളെല്ലാവരെയും ചതിച്ചിട്ടുള്ള ഒരു വില്ലനാണ് കോവിഡ് ജീവിതത്തിൽ. അത് അബുവിനെ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട്? നല്ല രീതിയിലാണോ കോവിഡ് സ്വാധീനിച്ചിട്ടുള്ളത്, അതോ മോശം രീതിയിലാണോ? അത് ഇത്രയും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴൊക്കെ അബു എങ്ങനെയാണ് ഈ ഷോപ്പുകൾ സേഫ് ആക്കിയത്? ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രയാസങ്ങൾ എനിക്കും വന്നിരുന്നു. പക്ഷെ അത് വരുന്നത് മുന്നേ കൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയോട് കൂടിയിട്ട് അപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ എന്ത് വിഷയം വരികയാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കൊരു ഗുണമുണ്ട്, അവരടുത്ത ഓപ്ഷൻ നോക്കും. നമ്മളൊരു പ്രയാസം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നോക്കും. ഞാൻ അതുപോലെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് BSNLൻ്റെയും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ മേഖലയിൽ നമ്മളൊരു സാധ്യത കണ്ടു. അങ്ങനെയാണ് ഞാൻ ആ കോവിഡ് സാഹചര്യത്തിൽ
നമ്മൾ കൈകാര്യം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. കാരണം യെസ്. ഓൺലൈൻ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പോൾ ആ സാധ്യത തിരിച്ചറിഞ്ഞാൽ ഉപയോഗപ്പെടുത്തുക. അത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉപയോഗപ്പെട്ടു. ഇപ്പോഴും ആ ബിസിനസ് വളരെ നല്ല പോലെ തന്നെ എൻ്റെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇൻ്റർനെറ്റ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഓഫീസിൽ നിന്ന് പോകുന്നുണ്ട്. കണ്ടോ, ഇതാ ഞാനൊരു ഇൻട്രോയിൽ പറഞ്ഞില്ലേ, കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു ഒഴുക്കിനനുസരിച്ച് എന്താണോ അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് അത് ഒരു ആലോചിച്ച് ചെയ്യുന്ന കറക്റ്റ് തനി രാവണനാണ് ഞാൻ ആദ്യം ഒരു ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആദ്യം കമ്പ്യൂട്ടർ വന്നു, നേരെ ഫോണിലേക്ക് കടന്നു, CCTV കടന്നു, ഓട്ടോമേഷനിലേക്ക് കടന്നു, ഇൻ്റർനെറ്റിലേക്ക് കടന്നു. ഇത് ചിന്തിക്കാൻ കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് എല്ലാവരിലേക്കും വരില്ല അബു. നമ്മളെപ്പോഴും വിചാരിക്കും, നമ്മൾ ഒന്നുകിൽ തുടങ്ങി വെച്ച് അത് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നാണക്കേടല്ലേ, 10 പേര് അറിഞ്ഞു കഴിഞ്ഞാലോ എന്നാൽ അതും തുടങ്ങി അതും പൂട്ടി, ഇത് തുടങ്ങി അതും പൂട്ടി. പക്ഷെ അബുവിൻ്റെ ഒരു സേഫ് ഗാർഡ് കളിയുണ്ടല്ലോ, അത് ഭയങ്കര ട്രിക്കി ഗെയിമാണ്. അത് എല്ലാവരിലേക്കും അത് വീണ്ടും വീണ്ടും അബുവിന് കഴിവും വിധം പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂസിൽ അങ്ങനെയൊന്നും അല്ല. അബുവിൻ്റെ മുമ്പിലേക്ക് വരുന്ന സംരംഭകരെടുത്ത് അബുവിന് ലൈഫിൽ അബുവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ പ്രൊഫഷനിൽ അവർക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ അബുവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇൻപുട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആക്ച്വലി അത് വേണം അബു. തീർച്ചയായിട്ടും ഞാനും ഏതൊരു വേദിയിലും ഇനിയിപ്പോൾ കൊടുക്കുന്ന ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികളില്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്ലീശേ ആയിരിക്കും, പക്ഷെ നമ്മളിതൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യണം. നമ്മളൊക്കെ ഓരോ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും ഓരോ വീഡിയോസ് കാണുമ്പോഴും ഓരോ പുസ്തകം വായിക്കുമ്പോഴൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും സത്യമാണ്. അതിന് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മളെ ജീവിതത്തിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുമ്പോൾ നമുക്ക് അടുത്തത് തുടങ്ങാനുള്ള ത്വര വന്നുകൊണ്ടിരിക്കും. എന്താണെങ്കിലും നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ പ്രയാസങ്ങൾ വരികയല്ല. എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനെ സിസ്റ്റമാറ്റിക് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സിസ്റ്റമാറ്റിക് ആക്കാനൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങൾ ഏത് സ്ട്രക്ചറിലാണ് പോകുന്നത്, നമ്മൾ ഓൺട്രപ്രണർ സ്ട്രക്ചറിലാണോ നമ്മൾ ബിസിനസ് ഉള്ളത്, അല്ല അത് ഫങ്ഷണൽ സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് മെട്രിക്സ് സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വളരെ സുഖമാണല്ലോ. ChatGPTയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാലഘട്ടമാണ്. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് ഒരു സിമ്പിൾ സെക്കൻഡ് കൊണ്ട് നമ്മളെ കയ്യിലേക്ക് എത്തിക്കുന്ന ടെക്നോളജിയും കാലഘട്ടമുള്ള സമയത്ത് ഞാനിതിനെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജീനെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, എൻ്റെ വിഷൻ ബോർഡിൽ ഉള്ള ഏറ്റവും വലിയൊരു കാര്യം ടെക്നോളജിയാണ്, IT ആണ്. ആ ഇൻഫോർമേഷൻ ടെക്നോളജീനെ ഇനിയും വരാൻ കിടക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും അതിലേക്ക് എത്തും, അതിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുക. ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ടെക്നോളജീനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഇന്നോവേഷനും അതിലൂടെ ഈസിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഓരോ ഓൺട്രപ്രണേഴ്സിനോടും എനിക്ക് പറയാനുള്ള കാര്യം. ഞാനിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിൻ്റെ കഥ കേട്ടാൽ ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ ടെക്നോളജിയുടെ സഹായം ഉണ്ടായിട്ടുണ്ടാവും. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ChatGPT വളരെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാലോ. അത് യൂസ് ചെയ്തിട്ട് വേണം അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക അടുത്ത സെഗ്മെന്റ് അടിപൊളി. അപ്പോൾ ഇന്ത്യയിൽ ആകെ ഒരു 5,000 രൂപയും കയ്യിൽ വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ് കേട്ടോ. കാരണം ഒരു 5,000 രൂപയും കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യ കാണാൻ ഇറങ്ങി. യൂസുഫ് ഖാൻ എന്ന് പറയുന്നത് സ്പെഷ്യലി എനിക്ക് ചില ആളുകൾ സ്പെഷ്യലാണല്ലോ. അപ്പോൾ യൂസുഫ് ഖാൻ എനിക്കൊരു സ്പെഷ്യൽ ആളാണ്. നമ്മൾ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്തു? ഒരു ബിസിനസ്സുകാരൻ, ഒരു ഓൺട്രപ്രണർ ശരിക്ക് സമൂഹത്തിന് ആവശ്യമല്ലേ? നല്ല ചോദ്യം. ഐസ്ക്രീം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ അവരെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കിഷ്ടം. കാരണം അവരാണ് നമ്മളുടെ ബാക്ക് ബോൺസ്. നമ്മളുടെ മക്കൾ വളരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ കടക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും നമ്മളുടെ ഇന്ത്യ ഒന്ന് കാണണം.